നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ? ഇന്നത്തെ അമ്പലത്തിൽ പോകുന്നതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാവേ. അപ്പോൾ പോയിട്ട് വരാം എന്നാണ് ഉണ്ണി പറയണത് വീഡിയോയിൽ നോക്കി കേട്ടോ. അങ്ങനെ ഞാനും ഉണ്ണിയും കൂടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ചേട്ടാ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കും. അപ്പോൾ ഞങ്ങളോട് കയറി ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം. പിന്നെ ഒരു തുളസി കയറിയൊക്കെ പൊട്ടിച്ച് തലയിൽ മുടിയിൽ വെച്ച് അത് പിന്നെ പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാട്ടോ. ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ പതിയെ പതിയെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി വരുന്നത് ഞങ്ങൾ കണ്ടത്. ഞങ്ങളുടെ കാത്തു കേട്ടോ. കാത്തു ഞങ്ങളുടെ ഒപ്പം വരുന്നുണ്ടായിരുന്നു. കുറേ ദൂരം അവൾ വന്നു, പിന്നെ അവൾ തിരിച്ചു പോകും കേട്ടോ. ഒത്തിരി ദൂരമൊന്നും ഞങ്ങളുടെ കൂടെ അങ്ങനെ വരില്ല. പിന്നെ കുറച്ച് ദൂരം നടന്ന് കയറി ചെന്നപ്പോഴേക്കും ദാണ്ടേ അമ്പലം എത്താറായിട്ടുണ്ടായിരുന്നു. ഉണ്ണി പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഞാൻ പതിയെ കയറിപ്പോണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇന്നത്തെ അമ്പലത്തിൽ പോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അതായത് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഉണ്ണിക്കും ഒരു വയ്യാഴികയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എനിക്ക് വേണ്ടി ഉണ്ണിക്ക് വേണ്ടിയും ഈ അമ്പലത്തിൽ കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ട് നെയ്വിളക്ക് കത്തിച്ചേക്കാൻ നേർച്ചയുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടാവാതിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നടത്താനാണ് കേട്ടോ പോകുന്നത്. എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ഇവിടെ വന്നപ്പോൾ മുതൽ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് എനിക്ക് എപ്പോഴും ഈ ചേച്ചി കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചേച്ചിയോട് പറയാം, വിളിക്കാം, സംസാരിക്കാം. നല്ല രസമാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ചേച്ചീനെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച് ഇറങ്ങി. പിന്നെ ചേച്ചിയായിട്ട് കുറേ നേരം അവിടെ നിന്ന് കത്തി വെച്ചു കേട്ടോ. കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചേച്ചിമാരെ കിട്ടാൻ നമുക്കൊരു ലക്ക് വേണം കേട്ടോ. പിന്നെ ഞങ്ങളൊരു സെൽഫിയൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ ഞാനും ഉണ്ണിയും താഴേക്കുള്ള വഴിക്ക് തിരിച്ചു പോന്നു. ചേച്ചി സ്കൂട്ടി കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു കേട്ടോ. അതിനിടയ്ക്ക് പാലും മഞ്ചും ഒക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. അതിനകത്ത് മഞ്ചുള്ളത് കൊണ്ട് എന്തായാലും വീട് വരെ ഉണ്ണി ആ പാലിൻ്റെ പാക്കറ്റ് പിടിക്കും കേട്ടോ. എന്നിട്ട് വീട്ടിൽ വരുമ്പോഴേക്കും അത് എനിക്ക് തരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ് ചെയ്യണം കേട്ടോ. ടാറ്റാ ബൈ.